പാരൻസ് വലിയ രീതിയിൽ അച്ഛനും അമ്മയും വലിയ രീതിയിൽ നിരീക്ഷണമാക്കി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ഒരു ചിട്ടിയൊക്കെ പിടിച്ച അമ്മ. അതെ 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 അതൊന്ന് പറയാമോ? അത് നമ്മൾക്ക് അറിയാം, കുറച്ച് ഫിനാൻഷ്യലി ആ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള ഇത് പ്രത്യേകിച്ച് ക്രിക്കറ്റ് കിറ്റ് വാങ്ങുന്നതൊക്കെ കുറച്ചധികം ചെലവുള്ള പരിപാടിയാണ്, പ്രാക്ടീസ്. അതെ അതെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിലെല്ലാവരും കിടന്നു കഴിയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ നേരത്തെ കിടക്കും. ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർ. രാവിലെ ജോലിക്കെല്ലാം പോകണം. വെളുപ്പിന് 2 മണിക്ക് 3 മണിക്ക് എണീച്ച് പോകേണ്ട ജോലിയാണ്, കക്ക വരാനൊക്കെയാണ് പോയിരിക്കുന്നത് അച്ഛൻ. അപ്പോൾ ഇവർ കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് നിന്നിട്ട് ഈ ഷാഡോ പ്രാക്ടീസ് ഇങ്ങനെയൊക്കെ ഒന്നും അറിയില്ല, ഇത് ഷാഡോ പ്രാക്ടീസ് ആണ് എന്നുള്ളത്. അതെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കേട്ട് ഇവൻ രാത്രി ആയി കഴിഞ്ഞാൽ പുറത്ത് നിന്ന് ഫുള്ള് ഇതാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും തന്നെ പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും പോയി കളിക്കണം എന്നുണ്ടെങ്കിൽ പോയി കളിച്ചു വന്നിട്ട്. അങ്ങനെ ഞാൻ ഡിഗ്രി പഠിക്കാനായിട്ട് +2 ശേഷം തൃപ്പൂണിത്തുറ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഗ്രൗണ്ട് കണ്ടതും. അപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞാൽ കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ തന്നെ ഇത്ര പൈസയാണ്, അന്നൊരു 2000 രൂപയാണ് അവിടെ ചേരാനുള്ള പൈസ. അപ്പോൾ അത് ഈ പറഞ്ഞ നമ്മുടെ ഓണ ഫണ്ടുകൾ ഉണ്ടാവുമല്ലോ നാട്ടിലെ, അപ്പോൾ അങ്ങനെ അവിടുന്ന് എടുത്തുന്ന പൈസക്കാണ് പോയി ചേർന്നതും എല്ലാം.